ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എന്റെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് രാവിലെ പള്ളിയിലോട്ട് പോവുകയാണ്. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയില്ലെങ്കിൽ ഒന്നിനും ഒരു ഉഷാറുണ്ടാവുകയല്ല. അതുകൊണ്ട് പള്ളിയിൽ പോട്ടെ. പള്ളിയിൽ പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. കുർബാനയൊക്കെ തീർച്ചത് കടയിലോട്ടൊന്ന് കയറി പോവാണേ കേട്ടോ. അവിടെ നിൽക്കേ. എല്ലാരും രാവിലെ 7:30 പള്ളിയിൽ പോകുന്നതാ. ഇവിടെ നല്ല ചൂടാണേ. അപ്പം ഉച്ചയാവാറായി. അതുങ്ങൾക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞു. എനിക്ക് ചെറിയൊരു മാങ്ങാ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് ഞങ്ങള് വീട്ടിലോട്ട് പോവാ. ഞങ്ങൾ എവിടെ മീൻ വല്ലതും ഉണ്ടോന്ന് നോക്കട്ടെ. നോക്കിട്ട് പറയാം. ഞങ്ങൾ സ്ഥിരം ഇവിടെ നിന്നാണേ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞായറാഴ്ചയല്ലേ എല്ലാം വാങ്ങണല്ലോ. എല്ലാ ഐറ്റം ഇവിടെ കിട്ടും. ഇറച്ചി, പോത്ത്, ചിക്കനും എല്ലാം കിട്ടും. ഇന്ന് നോക്കട്ടെ മീൻ എല്ലാം നല്ലതുണ്ടോന്ന്. അല്ല വർഷം വെക്കട്ടെ. സൈഡോ മാറിപ്പോ എന്നിട്ട് നീങ്ങി വാ. മീൻ വാങ്ങിച്ചു. മീനും കൊണ്ട് വീട്ടിലോട്ട് പോവാ. കൂട്ടുകാരെ, അങ്ങനെ രാവിലെ പള്ളിയിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. മീനൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിനി ആ മീൻ വൃത്തിയാക്കണം. ഒരല്പം പാത്രം കിടപ്പുണ്ട്, അതങ്ങ് കഴുകി വെച്ചിട്ടാവാന്ന് വിചാരിച്ചു മീൻ വൃത്തിയാക്കണത്. ഇനി പെട്ടെന്ന് ചെയ്യണം. എന്നു ഉച്ചയാവാറായി. ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും ചേട്ടായി അരി തിളപ്പിച്ചിട്ടായിരുന്നേ ഉച്ചക്കത്തേക്കുള്ളത്. താമസിക്കാന്നറിയാം, അതുകൊണ്ടായിരിക്കും. പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇന്ന് മീൻ മാത്രം വറുത്താൽ മതി. ഇന്നലത്തെ കുറച്ച് കറിയൊക്കെ ഇരിപ്പുണ്ട്. അതിലൊക്കെ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യും. മത്തി വെട്ടിയെടുക്കുവാണേ. നിങ്ങൾക്ക് ഇവിടെ കടയില് മത്തി ഇത്രയുമായിട്ട് വെട്ടി കിട്ടും. പിന്നെ ബാക്കിയുള്ള ചെതുമ്പലും ഇതിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളും മാത്രം സാഫ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കും. 2 പ്രാവശ്യം നല്ലതുപോലെ ഉപ്പിട്ട് കഴുകിയെടുത്ത മത്തിയാണ്. ഇതിന് നമുക്ക് വറക്കാൻ വേണ്ടി വരഞ്ഞു വെക്കും. അങ്ങനെ വറക്കാനുള്ള മീൻ ഞാൻ മസാല വെട്ടി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് എല്ലാം കൂടെ ഞാനങ്ങനെ മിക്സ് ആക്കി നല്ലതുപോലെ മീനെ തേച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 5 മിനിറ്റ് അതൊന്ന് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിനെ വറക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കരിവേപ്പില നിരത്തി കൊടുക്കാം ഇതിനകത്തോട്ട്. അങ്ങനെ മീൻ വറുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ, അടിപൊളി.
ചേട്ടായി അടുക്കളയിൽ വറുത്ത മീനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കയറിയിരിക്കുവാണ്. സവോളയൊക്കെ കൂട്ടത്തിൽ അരിഞ്ഞിട്ട്. ചോറ് കഴിക്കണ്ടേ? ചോറിന വാ. ഇത്രയും വിശേഷമുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.